മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കരനുമാണ് അജയകുമാർ. പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കം എന്ന് ലോകത്തിന് കാണിച്ചു തന്ന പ്രതിഭ. മിമിക്രി വേദികളിലൂടെ ടെലിവിഷനിലെത്തി, അവിടെ നിന്നും സിനിമയിലേക്കും. കോമഡിയിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് നായകനായും വില്ലനായും കയ്യടി നേടി. അഭിനയത്തിൽ മാത്രമല്ല, സംവിധാനത്തിലും നിർമ്മാണത്തിലുമെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഗിന്നസിലടക്കം ഇടം നേടി മലയാളികൾക്ക് അഭിമാനമായി മാറിയ താരം ആണ് അദ്ദേഹം. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലടക്കം അഭിനയിച്ച് കയ്യടി നേടാനും അവാർഡുകൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈയടുത്താണ് അജയകുമാറിനും ഗായത്രിക്കും രണ്ടാമതൊരു പെൺകുഞ്ഞ് ജനിച്ചത്. മൂത്ത മകൾ ദീപ്തകീർത്തി മലയാളികൾക്ക് സുപരിചിതയാണ്. ഇപ്പോഴിതാ മക്കളെക്കുറിച്ച് സംസാരിക്കുകയാണ് അജയകുമാർ. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറക്കുന്നത്. മകൾ കുഞ്ഞായിരിക്കുമ്പോൾ പാവക്കുട്ടികളെയൊന്നും വേണ്ടായിരുന്നു. അവൾ ഡോക്ടറാകുമ്പോൾ രോഗിയാകുന്നതും അമ്മയാകുന്നതും കുട്ടിയാകുന്നതും ഞാനായിരുന്നു. ജീവനുള്ള കളിപ്പാട്ടമായി അച്ഛൻ തന്നെ അരികിലുള്ള സ്ഥിതിക്കു വേറെ കളിപ്പാട്ടം എന്തിനാണ്? അവൾ ഉണ്ടായ ശേഷം നല്ല ഗ്യാപ്പ് വന്നതുകൊണ്ട് അന്നത്തെ കളികളൊക്കെ മറന്നുപോയി. ഇപ്പോഴെല്ലാം പൊടി തട്ടിയെടുത്തുവെന്നാണ് അജയകുമാർ പറയുന്നത്. ഇത്രയും പ്രായവ്യത്യാസമുള്ളതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ചികിത്സ ചെയ്തു എന്നെല്ലാം ആളുകൾ ചോദിക്കുന്നു. അടുത്ത കുട്ടി വേണമെന്നോ വേണ്ടെന്നോ പ്ലാൻ ചെയ്തിരുന്നില്ല. ദീത്തു മാത്രം മതി എന്നായിരുന്നു താല്പര്യമെന്നാണ് അജയകുമാർ പറയുന്നത്. പക്ഷേ ദീത്തുവിന് എപ്പോഴോ അനിയത്തി വേണം എന്നൊരു ആഗ്രഹം തുടങ്ങിയെന്നാണ് താരം പറയുന്നത്. ദിച്ചു വന്നതോടെ ദീത്തു അവളുടെ ചേച്ചിയമ്മയായി. വലിയൊരു സമ്മാനം കിട്ടിയ പ്രതീതിയായിരുന്നു ദീത്തുവിനെന്നും അജയകുമാർ പറയുന്നു. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനെയാണോ അമ്മയെയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ വളരെ ഡിപ്ലോമാറ്റിക്കായി രണ്ടുപേരെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നയാൾ ഇപ്പോൾ ഒറ്റയടിക്ക് വാവയെ എന്നാണ് പറയുന്നതെന്നും അജയകുമാർ പറയുന്നു. അതേസമയം കുഞ്ഞു വന്നതോടെ 15 വർഷം പുറകിലെ തങ്ങൾ പോയതെന്നാണ് താരം പറയുന്നത്. പ്രായം കുറഞ്ഞതുപോലെ തങ്ങൾ അന്നത്തേക്കാൾ ഫ്രീയാകുന്നുവെന്നും കുഞ്ഞിനെ നോക്കാൻ ചേച്ചിയമ്മയുണ്ടല്ലോ എന്നും താരം പറയുന്നുണ്ട്. പിന്നാലെ തന്നിലെ അച്ഛനെക്കുറിച്ചും അജയകുമാർ സംസാരിച്ചു. എനിക്ക് കുഞ്ഞിനെ എടുക്കാനാകുമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാൻ കഴിയില്ല. ആരെങ്കിലും എടുത്ത് കയ്യിൽ തന്നാൽ വച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ് അജയൻ പറയുന്നത്.